വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രത്യേക റിപ്പോർട്ട് കാണാം. ക്ഷേത്രകലയായ നിഴൽക്കൂത്തിലെ നിശബ്ദ വിപ്ലവമാവുകയാണ് ഷൊർണൂർ കൂനത്തറ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിന് കീഴിലെ 10 അംഗ പെൺസംഘം. 2000 വർഷത്തെ പാരമ്പര്യമുള്ള തോൽപ്പാവക്കൂത്തിൽ സ്ത്രീ മുന്നേറ്റത്തിന്റെ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് ഇവിടുത്തെ വനിതാ കലാകാരികൾ. 3 വർഷത്തിനുള്ളിൽ 50 വേദികളിലാണ് ഇവർ പെൺപാവക്കൂത്ത് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിലേക്ക്. വിശ്വാമിത്ര മനുഷ്യരുടെ യാഗം മുടക്കുവാൻ വന്ന് മാരീചനാണ് മാൽവേഷത്തിൽ വന്നിരിക്കുന്നത്. ഈ മാൽവേട്ട നമുക്ക് ഉപേക്ഷിക്കാം ജ്യേഷ്ഠ. സീതയുടെ അനിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. മാനിന്റെ കണ്ണുപോലെ ദൃഷ്ടിയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഷൊർണൂർ കൂനത്തറ സ്വദേശികളായ രജിത രാമചന്ദ്ര പുലവർ, അശ്വതി രാജീവ്, രാജലക്ഷ്മി, ലതിക, സന്ധ്യ, നിത്യ, നിവേദ്യ, ഗൗരി എന്നിവരാണ് തോൽപ്പാവക്കൂത്ത് കലയിലെ പെൺതാരകങ്ങൾ. പെൺപാവക്കൂത്ത് എന്ന പേരിൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഇവർ പിന്നിട്ടത് 50 വേദികളാണ്. രാമായണ കഥ മുതൽ മഹാഭാരത കഥ വരെയും സ്ത്രീ ശാക്തീകരണം മുതൽ സമകാലിക വിഷയങ്ങൾ വരെയും പെൺപാവക്കൂത്തിന് പ്രമേയങ്ങളാണ്. തിരശീലയ്ക്ക് പിന്നിലെ നിഴൽ വെളിച്ചത്തിൽ തോൽപ്പാവകളെ ചലിപ്പിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ കഥ പറഞ്ഞ പാവക്കൂത്തിനെ ആസ്വാദകരും സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സമം പദ്ധതിക്ക് വേണ്ടിയാണ് തോൽപ്പാവക്കൂത്തിന്റെ നിഴൽ വെളിച്ചത്തിലൂടെ ഈ സ്ത്രീ കൂട്ടായ്മ ആദ്യമായി അരങ്ങത്ത് തിളങ്ങിയത്. വനിതാ ശാക്തീകരണം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി സ്ത്രീകൾ പെൺപാവക്കൂത്ത് അവതരിപ്പിച്ചതിന് വലിയ തോതിൽ വിമർശനങ്ങളാണ് ആദ്യം സംഘത്തെ വരവേറ്റത്. അത്തരം വിമർശനങ്ങളെ തരണം ചെയ്താണ് പെൺസംഘം നിഴൽ നാടകത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ജനനം മുതൽ യൗവനം വരെ പെൺജീവിതം നേരിടേണ്ടി വരുന്ന ഘട്ടങ്ങളാണ് സ്ത്രീ ശാക്തീകരണ പ്രമേയം. പഠിക്കുന്ന കുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെയാണ് കൂത്തുസംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യമായി സ്ത്രീകൾ ഈ രംഗത്ത് കടന്നു വരുന്നത് പാവനിർമ്മാണ രംഗത്തിലായിരുന്നു. പിന്നീടാണ് ഒരു ആശയം വരികയുണ്ടായി, എന്തുകൊണ്ട് നമ്മൾ പാവനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങിക്കൂടണം, നമ്മൾ അവതരണ രീതിയിലും കൂടെ നമുക്ക് വരാമല്ലോ എന്നൊരു ആശയം കൂടെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ അവതരണ രംഗത്തും വന്നു. അങ്ങനെ ഞങ്ങൾ ഒട്ടനവധി കഥകളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തു വരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്നൊരു പാവനാടകമാണ് ആദ്യമായി ചെയ്തു വന്നിരുന്നത്. പിന്നീട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ അമ്പലങ്ങളിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കമ്പരാമായണം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മഹാഭാരതം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഞങ്ങളോട് ചോദിക്കുകയും അപ്പോൾ ഞങ്ങൾ അതിനും റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്മശ്രീ രാമചന്ദ്ര അദ്ദേഹത്തിനോട് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും അങ്ങനെ ഞങ്ങൾ ആ കമ്പരാമായണം, മഹാഭാരതം എന്നീ കഥകളും കൂടെ ഞങ്ങൾ അമ്പലവേദികളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്കുള്ള ഒറ്റൊരു ഇതേയുള്ളൂ, കേരള സർക്കാരിന്റെയും അതേപോലെ ദേവസ്വം ബോർഡ് അവர்களോടും ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് കൂത്തുമാടത്തിൽ കൂടെ ഒരു സ്ത്രീകളുടെ പ്രവേശനം വേണം എന്നാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം. അതിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് അതിലൊരു അനുവാദം തരികയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. 3 വർഷത്തിനുള്ളിൽ ബാംഗ്ലൂരു, ഡൽഹി തുടങ്ങി 50-ലധികം വേദികളിലാണ് പെൺപാവക്കൂത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. പരമ്പരാഗത ശൈലിയിലുള്ള വസ്ത്രം തന്നെയാണ് പ്രധാന വേഷം. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ റിസർച്ച് ഫെലോഷിപ്പ് അടക്കം അംഗീകാരങ്ങൾ ലഭിച്ച കലാകാരികളാണ് ഇവരിൽ പലരും. കൂത്തവതരണ വേദിയായി ക്ഷേത്രമണ്ണിലെ കൂത്തുമാടങ്ങൾ കൂടി സ്ത്രീ കലാകാരികൾക്ക് മുന്നിൽ തുറക്കപ്പെടണമെന്നതാണ് ഇവരുടെ ആഗ്രഹവും ആവശ്യവും. നിഴൽ നാടകം അവതരിപ്പിക്കാനുള്ള ക്ഷണം കടൽ കടന്നും തേടിയെത്തുകയാണ് ഈ കലാകാരികളെ. UTV ന്യൂസ്, പാലക്കാട്.